പറയപ്പെടുന്നത്. കാരണം അവൻ നൂറ്റാണ്ടുകളായി സഹിച്ച് ക്ഷമിച്ച് ഗതികെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവൻ ഉണർന്നാൽ തടയാൻ ആയുധമില്ല. അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഇവനെ തടയാൻ ആയുധമില്ലാത്തത് കൊണ്ടാണ് ദളിത് തീവ്രവാദത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് കേരളത്തിലുണ്ടായ തീവ്രവാദമാണ്. ഇത് കേരളത്തിൽ പുറപ്പെട്ട തീവ്രവാദ ദളിത് തീവ്രവാദം. മറ്റുള്ള തീവ്രവാദങ്ങളെല്ലാം കേരളത്തിന് പുറത്താണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം തീവ്രവാദത്തിലേക്ക് കടന്നു പോകാനല്ല. ഈ വിശപ്പ് എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിനും മുസ്ലിങ്ങൾക്കുമാണെന്നാണ് ഈ യാഥയിലുടനീളം പറയുന്നത്. പക്ഷെ ഈ രണ്ട് മുദ്രാവാക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ 1000 ദിവസങ്ങളായി വിശപ്പിന്റെ വിളിപാടുമായി അതൊന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടി ചെങ്ങറയിൽ ഞാൻ തുടങ്ങി വെച്ച സമരം. 10 മാസം 3 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് ഉരുളേണ്ട സമയത്ത് കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി കാസർഗോഡ് നിന്നും കേരളത്തിന്റെ ബിരിമാറിലൂടെ ഓടിയെത്തി കേരളത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എങ്കിൽ ഈ കുട്ടിയുടെ 2ാമത്തെ വയസ്സിൽ ഈ പാർട്ടി കേരള നിയമസഭാ പ്രവേശനം നടത്തുമെന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. സുഹൃത്തുക്കളെ, സമാജ്വാദി പാർട്ടി വനിതാ സംവരണ ബില്ലിൽ എടുത്ത നിലപാടിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. വനിതാ സംവരണ ബില്ലിന് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എതിരല്ല. പക്ഷേ ഈ 2 പാർട്ടികളും പറയുന്നത് വനിതാ സംവരണ ബില്ലിനകത്ത് ഒരു ഉപസംവരണം ഉണ്ടാവണം. എന്തുകൊണ്ട്? വനിതാ സംവരണ ബിൽ ഇതേപടി പാസ്സായാൽ 33% വനിതകൾ, എനിക്ക് മുൻപ് സംസാരിച്ച മുഴുവൻ പ്രാസംഗികരും സൂചിപ്പിച്ചതുപോലെ സവർണ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഈ വനിതാ ബിൽ മാറുമെന്നത് കൊണ്ട് തന്നെയാണ് ഈ 2 പാർട്ടികളും അതിനകത്ത് ഉപസംവരണം വേണം എന്ന് പറയുന്നത്. ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്നു, ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾ അർപ്പിക്കുന്നു. കാരണം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും യാഥാർത്ഥ്യങ്ങൾ, ഇന്ത്യയുടെ സ്പന്ദനങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കടന്നെത്തിയ ഈ മഹാസംരംഭത്തെ ഞാനും എൻ്റെ സമൂഹവും അവരെ ഉൾക്കൊള്ളുന്നു. അവർ ഞങ്ങളെ ആശ്ലേഷിക്കാൻ വരുന്നു, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുന്നു. ഞങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നു. ദളിത് സമൂഹത്തെയും തീവ്രവാദികളെന്ന് വിളിച്ച് ആരോപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ